ആശ്രയിന്ന് ആ സുണ്ടസും കടവിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുതരും, ഉപ്പും മുളകും ഒക്കെ കൊണ്ടുതരും. കിട്ടിയില്ലെങ്കിൽ എന്നാ ചെയ്യും? എന്ത് ചെയ്യാനാണ്, എങ്ങനെയെങ്കിലും ജീവിക്കും. വയസ്സായി പാർവതി അമ്മയ്ക്ക്. ഭർത്താവ് മരിച്ചു. കൂടെയുള്ളത് മാനസികാസ്വാസ്ഥ്യമുള്ള മകൾ. കഴിഞ്ഞ തവണ വരെ ആശ്രയ പട്ടികയിലായിരുന്നു. റേഷൻ കാർഡിനായി വിവരം ശേഖരിക്കാനെത്തിയവർ ഒന്നുകിൽ ഈ വീട്ടിൽ പോയില്ല, അല്ലെങ്കിൽ ഇവരുടെ ദുരിതം കണ്ടില്ലെന്ന് നടിച്ചു. ഞാൻ തൊഴിലുറപ്പിന് പോകുമായിരുന്നു. അപ്പം ചേട്ടനും വല്ലപ്പോഴൊക്കെ എന്തെങ്കിലും മണിക്കൊക്കെ പോകും. അങ്ങനെയൊക്കെയാണ് കഴിഞ്ഞിരുന്നത്. ക്യാൻസർ രോഗിയായ അമ്മിണിയുടെ ഭർത്താവ് പോളിയോ ബാധിച്ച് വൈകല്യം സംഭവിച്ചയാളാണ്. ക്യാൻസറിന്റെ തുടർ ചികിത്സയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചിരിക്കുന്ന അമ്മിണിക്ക് പട്ടികയിൽ പേരില്ലെന്നത് ഇരുട്ടടിയാണ്. വാർഡ് അംഗങ്ങൾ സഹായിക്കുന്നത് കൊണ്ടാണ് പലരും വിവരങ്ങൾ അറിഞ്ഞ് പരാതി നൽകുന്നത്. റേഷനരി കൊണ്ട് മാത്രം പട്ടിണി മാറ്റുന്ന പാർവതി അമ്മയെ പോലുള്ളവർ പുറത്താകുകയും സമ്പന്നർ പട്ടികയിൽ ഉൾപ്പെടുകയും ചെയ്യുമ്പോൾ ആരുടെ ഭക്ഷ്യസുരക്ഷയാണ് ഇല്ലാതാകുന്നതെന്ന് വ്യക്തം. കൊച്ചിയിൽ നിന്നും ക്യാമറ പേഴ്സൺ ഉമർ ഗുൽമോഹറിനൊപ്പം ലിജോ വർഗീസ്, മീഡിയ 1.